ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ എണീച്ച് മോനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയാക്കിയിട്ട് വന്നു കേട്ടോ. വന്നിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടൊന്നുമല്ല. ഏട്ടൻ പറഞ്ഞ ഏട്ടന് കുറച്ച് പൊക്കോട ഉണ്ടാക്കി തരാമോ ഓഫീസിലേക്ക് എന്ന്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നൊരു കലാപരിപാടിയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കൽ. അപ്പോൾ എനിക്ക് ശരിക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് പിന്നെ മോനെ സ്കൂളിൽ കൊണ്ടുപോയാക്കിയിട്ട് വന്നു. ഇനിയും കുറേ പണിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള പരിപാടി. ഭക്ഷണം ചോറ് വെച്ചു, അതുപോലെ പനീർ കറി ഉണ്ടാക്കി. പക്ഷേ ഇനി ഉപ്പേരിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഉപ്പേരിക്കാണെങ്കിൽ കാര്യമായിട്ട് പച്ചക്കറി ഇല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പച്ചക്കറിയൊന്നും മേടിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ പച്ചക്കറിയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പൊക്കാടേനെ ഉണ്ടാക്കിയിട്ട് അതാകുമ്പോൾ ഉപ്പേരിക്ക് പകരം നമുക്കത് യൂസ് ചെയ്യാമെന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പൊക്കാട. അതുപോലെ തൈരൊക്കെ ഉണ്ടെങ്കിൽ തൈരിൻ്റെയൊക്കെ കൂടെ വട, തൈര് അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പൊക്കോട ആക്കാമെന്ന്. പക്ഷേ മോൻ അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, ഉണ്ടാക്കണോ വേണ്ടിയോ എന്ന്. കാരണം ഇനി എനിക്ക് എന്താ പറയുക, ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഇന്ന് അവതാളത്തിലാവും. അത് മാത്രമല്ല, ഇന്ന് ഞാൻ രാവിലെ എണീച്ചത് ഇല്ലേ, ഞാൻ ഇത്രയും ദിവസം രാവിലെ എണീച്ചിട്ട് കുളിച്ചിട്ടാണ് മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഭയങ്കര എന്താ പറയുക, ലേറ്റായിട്ടല്ല എണീച്ച്. ഞാൻ ഒരു 5:30 ആകുമ്പോൾ എണീറ്റ് വന്നാൽ പോലും എന്താ പറയുക, പണികളെല്ലാം ഇന്ന് ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, ഉണ്ടാക്കണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ അവസാനം ഞാൻ എന്താ ചെയ്ത്, കുറച്ച് രാവിലെ തന്നെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ കൂടെ 2 ഉള്ളിയും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളൊക്കെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പൊക്കോട ഉണ്ടാക്കിയാലോ. ആ പൊക്കോട ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ ഞാനിവിടെ മാവും അതുപോലെ ഉള്ളിയൊക്കെ മുറിച്ചിടും എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാനൊന്ന് ഉള്ളിയും കൊണ്ടുള്ള പൊക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എണ്ണയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു. അതിനിടയിൽ കൂടെ നമ്മുടെ തൊട്ട വീട്ടിലത്തെ ഒരു കുഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞാലും മനസ്സിലാവില്ല, ഇംഗ്ലീഷും മനസ്സിലാവില്ല, മലയാളവും അറിയില്ല. അവൾ മണിപ്പൂരി കുട്ടിയാണ്. എന്നാൽ പിന്നെ അവൾക്ക് മണിപ്പൂരി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇല്ല. പിന്നെ ഞാൻ എന്താ പറയുക, എനിക്കാണെങ്കിൽ ഒട്ടും ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് ഈ ഒരു പരിപാടി ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് മോനെ വിളിക്കാനും പോണേ. അപ്പോൾ എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, അടിക്കലും തുടയ്ക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല, ക്ലീനിങ് പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, എനിക്ക് കുളിക്കാനും ഒക്കെ പോകണമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവളെ നൈസായിട്ട് ഒഴിവാക്കി വിടാതെ വിചാരിച്ചു. പക്ഷെ അവളൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നു. അവൾ ചെറിയ കുട്ടിയാണ്, എന്താ ചെയ്യുക. നമുക്ക് കുഞ്ഞുങ്ങളോടൊക്കെ ഇങ്ങനെ കളിക്കാമെന്നൊക്കെ പറയുമ്പോഴില്ലേ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. പക്ഷെ എന്താ ചെയ്യാം, നമ്മുടെ അവസ്ഥയില്ലേ. കാരണം നമുക്ക് ഓരോ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ പിന്നെ നമ്മുടെ അന്നത്തെ ഒരു ദിവസം മൊത്തം വേസ്റ്റ് ആയി പോവില്ലേ. കാരണം കുഞ്ഞ് വരുമ്പോഴേക്കും അവൻ വരുമ്പോഴേക്കും എല്ലാം ചെയ്ത് തീർത്തിട്ട് അവനെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. കാരണം അവൻ വന്നിട്ട് പിന്നെ അധികം കുക്കിങ്ങൊന്നും നടക്കില്ല. കാരണം സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അവൻ വയ്യാണ്ട് ക്ഷീണിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. അവൻ ചിലപ്പം നമ്മൾ അവരുടെ കൂടെ കളിക്കേണ്ട ആവശ്യമൊക്കെ വരും. അത് മാത്രമല്ല, അവൻ ഇന്ന് തീരെ വയ്യേ, ഭയങ്കര ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പനി വരുമോയെന്ന് അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് പനിയോ മറ്റോ വരുമോയെന്ന് അറിയാഞ്ഞിട്ടാണ് വിട്ടാക്കിയിരിക്കുന്നത്. മരുന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മരുന്നൊക്കെ മേടിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ശ്രദ്ധിക്കാമല്ലോ. പിന്നെ അത് മാത്രമല്ല, വിളിച്ചിട്ടും പോകണ്ടേ. വിളിച്ചിട്ടും പോയി വരുമ്പോഴേക്കും ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും തന്നെ ക്ഷീണിക്കും. പിന്നെ ഒന്നും ചെയ്യാനും ഒന്നും പറ്റില്ല. ഞാൻ പൊക്കോടയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണം റെസിപ്പിയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. കാരണം പെട്ടെന്ന് ഇപ്പോൾ ചെയ്യേണ്ട ഒരവസ്ഥയായി. ഞാൻ ഒരു 8-9 മണി ആകുമ്പോഴേക്കും ഈ പരിപാടി ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ 9 മണിക്കാണ് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് പൊക്കോട ഉണ്ടാക്കി അടുത്തതും കൂടെ അടുപ്പത്ത് വെച്ചേ. ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് ആക്കണം. എനിക്കിങ്ങനെ രാവിലെ എണീച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇല്ലേ. എനിക്ക് അവനെ നോക്കാൻ അടുത്ത ആരും ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് ടെൻഷനാവും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ദിവസമേ. കാരണം എനിക്ക് മെയിനായിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട അവനല്ലേ, അവൻ കുഞ്ഞല്ലേ. അപ്പോൾ അവനെ എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് വിളിക്കാൻ പോകണം, അവൻ്റെ കാര്യങ്ങൾ കറക്റ്റായി നോക്കണം. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം അതുപോലെ ടെൻഷനും ആകും. അതുപോലെ എന്താ പറയുക, എനിക്ക് അങ്ങനെ ശ്രദ്ധയും കിട്ടില്ല എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കുമ്പോഴേ. കാരണം മൊത്തം ശ്രദ്ധ ചിലപ്പോൾ മോൻ്റെ അടുത്തായിരിക്കും. ഇന്നിപ്പം ആ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് അവളുടെ അടുത്തായിരുന്നു മൊത്തം ശ്രദ്ധ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ന് ഭയങ്കരമായിട്ട് സ്ലോ ആയി പോയി.
ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടി, അതുപോലെ ചിക്കൻ മസാലയും ഉപ്പും അതുപോലെ കായപ്പൊടി അങ്ങനെയൊക്കെ ആട്ടോ ഇട്ടുള്ളത്. മുളക് ചിക്കൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു സെയിം ഇതൊക്കെ തന്നെയാണ്, പൊടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്ത് ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെ ഓൾറെഡി മുളക് ബജിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് എക്സ്ട്രാ ഉള്ളിയും പച്ചമുളകും ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് പച്ചമുളക് പോലും ചേർത്തില്ല, കാരണം ആ ഒരു തിരക്ക് കാരണം എല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ലൈറ്റ് നല്ല കുറവാട്ടോ, വെട്ടം നല്ല കുറവാണേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് തെറ്റായ സ്ഥലത്താട്ടോ അവർ ലൈറ്റിൻ്റെ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെളിച്ചം നന്നായി ക്ലിയർ ആയി കിട്ടില്ല. ഒന്നാമത് എൻ്റെ ഫോണും പിന്നെ അത്യാവശ്യം നല്ലപോലെ പണി തന്നൊരു ഫോണായിരുന്നു. കുഞ്ഞ് എന്ന് വെച്ചാൽ ചെറുതായ സമയത്തില്ലേ, അവ 2-3 തവണ ഇതുപോലെ ഫോണിനെടുത്ത് താഴെ ഇട്ടിട്ടില്ലേ, 2-3 തവണ സ്ക്രീന് പോയിട്ടുള്ള ഒരു ഫോണാട്ടോ എൻ്റെ. അപ്പോൾ അത്രയും വെട്ടവും വെളിച്ചവും അതുപോലെ ക്ലാരിറ്റിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് യൂട്യൂബൊക്കെ വലുതാവുന്ന സമയത്ത് ഒരു പുതിയ ഫോണൊക്കെ മേടിക്കാം. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ലേ പിന്നെ ഇതൊക്കെ തന്നെ ഞാൻ ഓട്ടിക്കും കേട്ടോ. ഇങ്ങനെ ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ ഒരുപാട് ടെൻഷനൊന്നും ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല, യൂട്യൂബിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു വീട്ടമ്മയൊക്കെ ആകുമ്പോഴില്ലേ, തലയിൽ കൂടെ ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും ഒരു 500 കാര്യം എന്തായാലും വന്നു പോകും. എൻ്റെ അവസ്ഥ അങ്ങനെ കേട്ടോ. ഞാനും മിണ്ടാതിരിക്കുവാണെങ്കിൽ പോലും എൻ്റെ തലയിൽ കൂടെ ഒരു 1000 കാര്യങ്ങൾ വരും. ഭയങ്കര ടെൻഷനായിരിക്കും. എന്താ പറയുക, എന്നോട് ചെറുതായിട്ട് ആരെങ്കിലും ഒന്ന് മുഖം കാണിച്ചാൽ പോലും എനിക്ക് അങ്ങോട്ട് വലിയതായി ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരാളായിരുന്നേ. ചെറുതായി ആരെങ്കിലും ചിലപ്പോൾ നല്ല കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എൻ്റെ മൈൻഡ് മൊത്തം ഇപ്പം യൂട്യൂബിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എന്ന് വെച്ചാൽ കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കാം. എനിക്കാണെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ നമ്മളതിനെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ, ഈ സെയിം കാര്യങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട്. എന്താ പറയുക, എനിക്ക് ഞാൻ അവിടെ പൊക്കോട് ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ടാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. എൻ്റെ പൊക്കോട് പകുതിയായി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പം ഏട്ടൻ വരുവാണെങ്കിൽ ഏട്ടൻ്റെ ഓഫീസിലേക്ക് കൊടുത്തു വിട്ടിട്ട് പിന്നെ കുറച്ച് നമുക്കും എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അത് മുഴുവനും കൊണ്ടുപോകുമെന്ന് അറിയില്ല. കാരണം അവിടെ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ, പട്ടാളക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊന്നും നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ സാധാരണ എന്തുണ്ടാക്കി കഴിഞ്ഞാലും മുഴുവനും അങ്ങോട്ട് കൊടുത്തു വിടുക ചെയ്യുക. നമ്മളങ്ങനെ അധികം കഴിക്കില്ല. എന്തിനാണ് വെറുതെ വണ്ണം വെക്കാനും അതുപോലെ എന്തെങ്കിലും അസുഖം വരുത്താനോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മനഃപൂർവ്വം അങ്ങോട്ട് കൊടുത്ത് വിടുകയും ചെയ്യും. അവർക്കല്ലേ കഴിക്കാൻ ഇൻട്രസ്റ്റ്, അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത് വിടുകയും ചെയ്യും. മീൻസ് അവർക്ക് അസുഖം വരണമെന്നല്ല കേട്ടോ അതിനർത്ഥം. മീൻസ് അവർക്ക് കിട്ടാത്തതല്ലേ, നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് ഒരു പൊട്ടോ എന്തെങ്കിലും ഒക്കെ കഴിച്ചാൽ മതി. കാരണം നമുക്കിപ്പോൾ കൂടുതൽ കഴിക്കണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ട് അവർക്ക് കൂടുതൽ കൊടുത്തു വിടാറാട്ടോ സാധാരണ ചെയ്യാം. നോക്കട്ടെ, ഇന്ന് എനിക്ക് ഉപ്പേരി വെക്കാൻ ഇനിയിപ്പോൾ സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പകുതി കൊടുത്തു വിട്ടിട്ട് പകുതി നമുക്ക് എടുക്കാമെന്നാണ്. ഇല്ല എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മോന് തൈരോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കുകയെ. പക്ഷേ പപ്പടം ഉണ്ട്, പക്ഷെ എൻ്റെ തൈരൊക്കെ ഫിനിഷായി. അപ്പം ഏട്ടൻ ഇന്നലെ പോയപ്പോൾ തൈര് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ പനീറുണ്ട്, പനീർ അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഓക്കെ. എന്തൊക്കെ ടെൻഷനല്ലേ അമ്മമാർക്ക്, വീട്ടമ്മമാർക്ക്. മക്കൾ അത് കഴിക്കുമോ, ഹസ്ബൻഡിന് എന്താ ഇഷ്ടം, അങ്ങനെ 150 കാര്യങ്ങൾ. എന്ന് വെച്ചാൽ വലിയ എന്ന് വെച്ചാൽ കാര്യമുള്ള കാര്യമില്ല. പക്ഷെ നമുക്ക് ഈ ചെറിയ കാര്യം തന്നെ നമുക്ക് എത്ര വലിയ കാര്യങ്ങളല്ലേ. കണ്ടോ, എൻ്റെ പാത്രമൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. പാത്രമൊക്കെ ഇനി ഇതിനകത്ത് കയറ്റി വെക്കണം. ഞാനൊന്നും ചെയ്തിട്ടില്ല. മോനെ എന്താ പറയുക, മോനെ കൊണ്ട് ആക്കി വന്നു കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറാമെന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ ഡോറ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പാൽക്കാരനോ മറ്റോ വന്നാന്ന് പറഞ്ഞ് ഡോറ് തുറന്നു നോക്കിയപ്പം ആയിരുന്നു അവൾക്ക് പിന്നെ ചെറിയ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അസുഖമല്ല, മീൻസ് എന്താ പറയുക, അവള് ടെസ്റ്റ് ട്യൂബ് ബേബിയാണേ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവള് സംസാരിക്കുന്നതും എല്ലാം, സംസാരിക്കുന്നതല്ല മീൻസ് അവളുടെ എന്താ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അവളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വിചാരിച്ചിട്ട് ഞാൻ അവളോട് ആവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഞാൻ ഇത്രയും വലിയ തിരക്കിലാണ് മോളേന്ന്. പക്ഷെ അവൾക്ക് മനസ്സിലാവണില്ല. എന്താ ചെയ്യാ, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ച പോലെ എൻ്റെ സമയമൊന്നും ഇന്ന് കിട്ടിയില്ല. എനിക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ വന്നിട്ടായിരിക്കും ചെയ്യാൻ. എനിക്ക് പെട്ടെന്ന് പോയിന്ന് കുളിക്കണം. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിന് ഭക്ഷണമൊക്കെ കഴിക്കണം. ഞാൻ പെട്ടെന്ന് ഏട്ടനുള്ളത് സെറ്റപ്പ് ആക്കിയിട്ട് പോവാം. ഞാനിപ്പോൾ ഏട്ടനുള്ളത് സെറ്റപ്പ് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏട്ടനുള്ള ഭക്ഷണവും കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം ഏട്ടൻ കൊണ്ടുപോയി. പക്ഷേ ഏട്ടന് സ്നാക്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇനിയിപ്പോൾ ഉണ്ടാക്കിയതാണ്.
പക്ഷെ എന്നും ഇതുപോലെയൊന്നും ഉണ്ടാക്കി കൊടുക്കലൊന്നും നടക്കില്ല. എൻ്റെ മുഖത്ത് തന്നെ വേണ്ട എന്തൊക്കെ ടെൻഷനാ, എന്തൊക്കെ ഭാവങ്ങളാ വരുന്നത്. അത്രയും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനാവും കേട്ടോ. അപ്പോൾ അതാ എൻ്റെ അവസാനത്തെ പക്കോട ഉണ്ടാക്കലും കഴിഞ്ഞു. ഇത്രയും പക്കോട ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊക്കെ അവർക്ക് കൊടുത്തു വിടണം. ഞാൻ എൻ്റെ പകുതി എടുത്ത് മാറ്റണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നടക്കുമോ അറിയില്ല. ഞാനിങ്ങനെ പറയുമായിരുന്നു, എന്നാൽ പിന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ പൈസ തരണമെന്ന്. കാരണം ഞാനിങ്ങനെ ദിവസേന ഉണ്ടാക്കി കൊടുക്കാണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ 2 തവണ ഒക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ, ഇന്ന് തന്നെ 3-4 ഈ ഒരു മാസം തന്നെ ഞാൻ പായസം വെച്ച് കൊടുത്ത്, അതുപോലെ 2 തവണ പായസം വെച്ച് കൊടുത്ത്, പിന്നെ എന്തായിരുന്നു 2-3 തവണ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്ത്. ഞാൻ പറയായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ ഇതിനേക്കാളും നല്ലൊരു ഹോട്ടൽ തുടങ്ങിയാലോ ഒന്ന്. ഇതാ പക്കോട ഉണ്ടാക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ടൊന്ന് കുളി പാസ്സാക്കണം. അപ്പോൾ ഇതാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു കമ്മലിട്ടു. കമ്മൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള കമ്മൽ തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്കാട്ടോ ഇങ്ങനെ ഗോൾഡൊക്കെ ഇട്ട് തുടങ്ങിയത്. ഞാനങ്ങനെ കമ്മലൊന്നും ഇടാത്ത ആളാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയപ്പം എന്താ പറയുക, മുഖത്തൊന്നും ഇല്ലാതിരിക്കേണ്ടാവാണ്ട് കമ്മലെടുത്തിട്ടാണ്. ഇല്ല ഞാൻ കമ്മൽ പോലും ഇടാറില്ല. പിന്നെ ഒരു സിന്ദൂരം ഇട്ട് ഒന്ന് മുടിയൊന്ന് ചീവിയിട്ട് ക്ലച്ചറൊക്കെ ഒന്ന് കുത്തിക്കൊടുത്തു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ സിമ്പിൾ മേക്കപ്പാണ്. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. എങ്ങോട്ടെങ്കിലും പുറത്ത് ഏട്ടൻ്റെ കൂടെ പോവുകയാണെങ്കിൽ മാത്രം ഒന്ന് കണ്ണെഴുതും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ അടുത്തേക്ക് തന്നെയല്ലേ, മോനെ വിളിക്കാൻ തന്നെയല്ലേ. അതുകൊണ്ട് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലേ. ഞാനിങ്ങനെ എന്നും വീഡിയോസ് ഇടുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. കാരണം നമുക്ക് മനുഷ്യന്മാർക്ക് എത്ര ടൈം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ യൂട്യൂബിനും വാച്ച് ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ യൂട്യൂബ് ഒന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാട്ടോ ഞാനിങ്ങനെ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നത്. വലിയ കണ്ടൻറ്റൊന്നും അല്ല. എൻ്റെ എന്താ പറയുക, ജീവിതത്തിൽ നടക്കുന്ന സാധാരണ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ ഡെയിലി ഷെയർ ചെയ്യുന്നത്. എനിക്ക് വലിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴല്ലേ വലിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വലിയ നല്ല വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ മോനെ പോയി സ്കൂളിൽ പോയി വിളിച്ചിട്ട് വന്നത് ഞാൻ പെട്ടെന്ന് ഇതാ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ ആ പക്കോടയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫീസിലേക്കും കൊടുത്തിട്ട് കഴിഞ്ഞപ്പം പിന്നെ അതിനകത്ത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതിന് മാത്രമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് കൊടുത്തു വിട്ടിട്ട് നമുക്കും കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ മോൻ വന്നപ്പം മോൻ്റെ ടിഫിൻ ബോക്സ് നോക്കിയപ്പോൾ അതിനകത്ത് അവനൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പക്കോടയൊക്കെ എടുത്ത് അവന് കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാനും ഇന്നൊരു 4-5 എടുത്ത് കഴിച്ചപ്പോഴേക്കും അത് തീർന്നേ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഇതാ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വയ്ക്കാനാണേ. അവനിതാ കറിവേപ്പില കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ചൂടാണ്, കൈ പൊള്ളും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പകുതിയും കഴിഞ്ഞു കേട്ടോ. മോൻ വന്നു. മോനെ ഇനി ഭക്ഷണം കൊടുക്കണം. ഭക്ഷണമൊക്കെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ക്ലീനിങ് പരിപാടി, അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി അങ്ങനത്തെ എന്ന് വെച്ചാൽ മോന് ഭക്ഷണം കൊടുക്കണം, അങ്ങനത്തെയൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഇനി ഉള്ളൂ. പിന്നെ ഏട്ടൻ വരുമ്പോൾ ഇനി 3 മണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണവും കഴിക്കുമ്പോഴേക്കും 4 മണി ആ ഒരു സമയമൊക്കെ ആകും. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കും ഒരുപാട് സമയമൊക്കെ ആകും. അപ്പോൾ എനിക്കിനി അധികമൊന്നും ഷെയർ ചെയ്യാനൊന്നും ഇല്ല. ഇനി എങ്ങോട്ടെങ്കിലും എന്ന് വെച്ചാൽ പോവുകയാണെങ്കിലൊക്കെ ഷെയർ ചെയ്യാനുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ എങ്ങോട്ടും പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. പച്ചക്കറി മേടിക്കാൻ പോവും. അപ്പോൾ അധികം ഏട്ടൻ തനിച്ചൊക്കെ ആയിരിക്കും കേട്ടോ പോവുക. നമ്മളധികം പോകാൻ ചാൻസ് ഇല്ല. ഒന്നാമത് അവന് വയ്യ, അവന് ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന, ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ലൈഫ് സ്റ്റൈൽ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻസായിട്ട് പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.